ഇതുവരെ പറയാത്തതിന് എന്ത് ശിക്ഷയും നീ തന്നു. പക്ഷേ മിണ്ടാതിരിക്കല്ലേ. കൊച്ചുകുട്ടികളെപ്പോലെ അവൻ പറഞ്ഞപ്പോൾ സച്ചു ഒന്ന് ഉയർന്നു വന്ന് അവൻ്റെ കുറ്റിത്താടിയിൽ ചുണ്ടുകൾ അമർത്തി. എനിക്ക് എല്ലാം അറിയണം, ഇന്നല്ല നാളെ. ഐ ഡോണ്ട് വാണ്ട് ടു സ്പോയിൽ ദിസ് ബ്യൂട്ടിഫുൾ നൈറ്റ്. സാക്ഷി പറഞ്ഞതും സിദ്ധു അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തു. രാവിലെ സാക്ഷി ഉണരുമ്പോൾ സിദ്ധു നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൻ്റെ ഇടയിലും അവളെ ചേർത്ത് പിടിച്ചേക്കുന്നത് കണ്ട് അറിയാതെ അവൾക്ക് ചിരി വന്നു. ഉറങ്ങുമ്പോൾ എന്ത് ഭാവം, അല്ലാത്തപ്പോൾ. അതും പറഞ്ഞ് അവൻ്റെ കുറ്റിത്താടിയിൽ കൈകൾ കൊണ്ട് കളിച്ചപ്പോഴാണ് സിദ്ധു അവളെ 2 കൈകൊണ്ടും വരിഞ്ഞു മുറുക്കിയത്. മര്യാദയ്ക്ക് അടങ്ങിക്കിടക്കടി അവിടെ. അവൾക്ക് എൻ്റെ താടിയെ പുച്ഛം, എന്നാൽ അതിൽ നിന്നും കൈയെടുക്കത്തുമില്ല. ഞാനേ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയുടെ താടിയിലാണ് കൈവച്ചത്. ഇഷ്ടമായില്ലെങ്കിൽ പോയി ഷേവ് ചെയ്യണം മിസ്റ്റർ. ഒരു ഹിന്ദിക്കാരൻ്റെ ലുക്കുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ അഹങ്കരിക്കരുത്. ഒന്ന് പോടി, ഇങ്ങനെ അസൂയ പാടില്ല. നീ അല്ലെങ്കിൽ തന്നെ ചുമന്ന് തുടുത്തതാണ്. ഇതെന്താ ഈ മുഖം ഇന്ന് തക്കാളി പോലെ ഇരിക്കുന്നത്? ചോര തൊട്ട് എടുക്കാമല്ലോ. ഒരു കണ്ണിറുക്കി സിദ്ധു ചോദിച്ചതും അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവൾ. സച്ചു. രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് സിദ്ധു അവിടേക്ക് കയറി വന്നത്. എന്താ കണ്ണേട്ടാ, ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഇല്ല. അതെന്താ? അത് ഒന്നുമില്ല. എന്നും കോളേജിൽ പോയാൽ മോശമല്ലേ? ഏട്ടൻ പോയിട്ട് വാ. ഓ ഇല്ല, നല്ല ക്ഷീണം. ക്ഷീണമാണെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഉച്ചയ്ക്ക് ഫുഡാകുമ്പോൾ വിളിക്കാം ഞാൻ. രാവിലെ വഴക്കിന് വന്നതല്ല ഞാൻ. ഒരു കാര്യം പറയാനാണ്. നീ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണ്ട, വെളിയിൽ നിന്നും കഴിക്കാം. പോയി റെഡിയായിട്ട് വാ. ഒരിടത്ത് പോകണം. എവിടെ പോവാനാ? അതൊക്കെ പറയാം, നീ പെട്ടെന്ന് വാ. ഇന്നലെ തന്നതുപോലെ അടുത്ത സർപ്രൈസ് ആണെങ്കിൽ താങ്ങില്ല മോനെ ഞാൻ. കാറിൽ സിദ്ധുവിനെ ചാരിയിരുന്ന് സാക്ഷി ഓരോ പരാതി പറയാൻ തുടങ്ങി. കുറേ സമയം കഴിഞ്ഞിട്ടും സിദ്ധുവിൻ്റെ അനക്കമൊന്നും കാണാതെ തലപൊക്കി നോക്കിയപ്പോൾ അവൾ പറയുന്നതെല്ലാം കേട്ടു വേറെ എന്തോ ആലോചിച്ച് ഡ്രൈവ് ചെയ്യുവോ അവൻ. ഇതെന്താ കണ്ണേട്ടാ ഇത്ര ആലോചന? ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ലേ? പെട്ടെന്നാണ് സിദ്ധു സൈഡിലേക്ക് കാറൊതുക്കി നിർത്തിയത്. നീ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. തിരിച്ചു വരുമ്പോൾ സിദ്ധുവിൻ്റെ കയ്യിൽ ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഇതെന്താ ഏട്ടാ, വിക്സാണോ? തൊണ്ടവേദനയുണ്ടോ? ഇങ്ങനെ ചോദ്യങ്ങൾ കൊണ്ട് മൂടാതെ അതൊന്ന് തുറന്നു നോക്കേണ്ട ഭാര്യയെ. ഒരു കള്ളച്ചിരിയോടെ സിദ്ധു പറഞ്ഞതും വലിയ പ്രതീക്ഷയോടെ സച്ചു കവർ തുറന്നു. അയ്യേ വഷളൻ, ഇത് വാങ്ങാനാണോ അവിടെ പോയത്? പിന്നെ വാങ്ങാതെ. നീയിപ്പോൾ 18, എനിക്ക് വെറും 22. ഇനിയും സമയം ഒരുപാടുണ്ട്. ആദ്യം മോളൊന്ന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യേ. ഈ ഡിഗ്രി കാര്യം എന്താ ഇന്നലെ ഓർത്തില്ലേ? ഒന്ന് പൊടി. അതൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ മുന്നിൽ ബിരിയാണി വെച്ചിട്ട് അത് കഴിക്കാതിരിക്കാനും മാത്രം വിശാല മനസ്കരല്ല ഞാൻ. കഴിച്ച സ്ഥിതിക്ക് ഇനി വേണ്ട എന്ന് വെക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ പ്രിക്കോഷൻ എടുക്കുക എന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. തുടർച്ചയായി ടാബ്ലറ്റ് എടുത്താൽ അത് ഭാവിയിൽ ദോഷം ചെയ്യും. നല്ല വിവരമാണല്ലോ. പിന്നെ വിവരം കാണാതെ. കഷ്ടപ്പെട്ട് 12ാം ക്ലാസ്സിൽ ബയോളജി പഠിച്ചത് എന്തായാലും വെറുതെ ആയില്ല. ആയിഷ് റൂമിൽ കാര്യമായ ആലോചനയിൽ ഇരുന്നപ്പോഴാണ് പ്രതാപ് അവിടേക്ക് കയറി വന്നത്. ഇങ്ങനെ റൂമിൽ നീ എത്ര ദിവസം ഇരിക്കും മോനെ? കോളേജിൽ പോകുന്നില്ലേ? ലീവിന് 2 ദിവസം കൂടിയുള്ളൂ. കുട്ടികളെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ പോകാൻ തോന്നുന്നില്ല അച്ഛാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? നീ പോണം. മംഗലത്തുകാരെ പിണക്കാൻ പറ്റില്ല നമുക്ക്. നിനക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ അവസ്ഥ. എല്ലാം എനിക്കറിയാം അച്ഛാ. എങ്കിലും ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്ത കാര്യം അവൾക്ക് വേണ്ടി എന്തിന് പ്രസാദ് സാർ കോളേജിൽ വന്നു എന്നാണ്. അതിനും വേണ്ടി അവൾ സാറിൻ്റെ ആരാ? സാക്ഷി പോയാൽ പിന്നെ എല്ലാത്തിനും അവകാശി ദീക്ഷിതാകും. ആരുവിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് സഹായം എന്നൊക്കെ പറഞ്ഞ് അവരുടെ കമ്പനിയുമായി മെർജ് ചെയ്യാം തുടങ്ങിയ ചിന്തകളൊക്കെ നടക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്ര ചീപ്പ് പരിപാടി കാണിച്ചത്. പക്ഷേ ആ സിദ്ധാർത്ഥ്, അവനെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റില്ല അച്ഛാ. അവന് അച്ഛനും അമ്മയുമില്ല. അനിയനുമായി ഒരു ചെറിയ വീട്ടിലാണ് താമസം എന്നതൊക്കെ ശരിയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസമുള്ള സാക്ഷിയുടെ മാറ്റം കണ്ടു അച്ഛാ. ഒരു മടിയുമില്ലാതെയല്ലേ അവൻ അവളുടെ സ്വർണമെല്ലാം ചന്ദ്രനങ്കിളിനെ ഏൽപ്പിച്ചത്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കുള്ളിൽ അവൻ പുതിയ കാർ എടുത്തു. അവൻ ശരിക്കും ഒരു മിസ്റ്ററിയാണ് അച്ഛാ. എനിക്കെന്തോ അവന് ഇനിയും കുറേ അറിയാനുണ്ട് എന്നൊരു തോന്നൽ. നീ വെറുതെ ആവശ്യമില്ലാത്തത് മനസ്സിലിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്.
അല്ലാതെ ഒന്നുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതെ നീ നാളെ മുതൽ കോളേജിൽ പോകാൻ നോക്ക്. കോളേജിൽ സാക്ഷി വരാത്തത് കൊണ്ട് സ്നേഹയ്ക്ക് ക്ലാസ്സിലിരിക്കാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വെറുതെ വഴിയിൽ കൂടി പോകുന്നവരുടെ എണ്ണം എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അർജുൻ അവരുടെ അടുത്ത് വന്നിരുന്നത്. എന്താ മോളെ, നിനക്ക് എന്നെ മാത്രം നോക്കിയാൽ പോരെ? എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ചോര ഊറ്റി കുടിക്കുന്നത്? നിങ്ങളെ നോക്കാൻ അതിനെപ്പോഴാ എൻ്റെ മുന്നിൽ വരാറുള്ളത്? ഏത് നേരവും സിദ്ധുവേട്ടൻ്റെ കൂടെയല്ലേ? അതിന് നീ ഏത് നേരവും സാക്ഷിയുടെ കൂടെയല്ലേ? ഞാൻ പരാതിയൊന്നും പറയാറില്ലല്ലോ. ഞാൻ സാക്ഷിയുടെ കൂടെ തന്നെയാണ്. പക്ഷേ സിദ്ധുവേട്ടൻ എത്ര തവണ ക്ലാസ്സിൽ വരുമെന്ന് അറിയോ? എനിക്കുണ്ട് ഒരെണ്ണം. നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് സ്നേഹ, സിദ്ധു അല്ല ഞാൻ. അവന് സാക്ഷിയെന്ന് വെച്ചാൽ ഒരുതരം ഭ്രാന്താണ്. പിന്നെ അവനും വിച്ചുവും മാത്രമുള്ള ലോകത്തേക്ക് വന്നു. ഇന്ന് അവരുടെ ലോകം അവരുടെ ചുറ്റുമാണ് കറങ്ങുന്നത്. അത് ഞാൻ പറയുമ്പോൾ നിനക്ക് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് അതൊക്കെ. എപ്പോഴും നിന്നെ കണ്ടില്ല, സംസാരിച്ചില്ല എന്നൊക്കെ കരുതി എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്നാണോ? ഇനി സ്നേഹം തെളിയിക്കാൻ ഞാൻ ആയുസാറിനോട് പറയാം, നമ്മളെ ഒരു റൂമിൽ പൂട്ടിയിടാൻ. ആരെങ്കിലും വന്ന് തുറക്കുമ്പോൾ നീയും ഞാനും ഒരു റൂമിൽ. അപ്പോൾ പിന്നെ നമ്മുടെ കല്യാണവും പെട്ടെന്ന് നടക്കുമല്ലോ. അയ്യടാ, അതിന് വെച്ച് വെള്ളം അടുപ്പിൽ നിന്നും മാറ്റി വെച്ചേക്ക്. എന്നെ വിശ്വാസമല്ലെങ്കിലും നിങ്ങളെ എൻ്റെ വീട്ടുകാർക്ക് പൂർണ്ണ വിശ്വാസമാണ്. മോൻ്റെ ഫോണിൽ സണ്ണി ചേച്ചിയുടെ ഫോട്ടോ കണ്ടാലും അവർ പറയും ഏതോ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന്. എനിക്കല്ലേ അറിയൂ നിങ്ങളുടെ മനസ്സ്. അതേലോ, കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നെ നന്നായി തന്നെ അറിഞ്ഞിരിക്കണം. അവിടെ ഒരു മുഖംമൂടിയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ളപ്പോഴാണ് കല്യാണം കഴിഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കല്യാണം പറഞ്ഞപ്പോഴാണ് എന്നെ എപ്പോഴാ കെട്ടാൻ പ്ലാന്? ആർക്കും ആ കാര്യത്തിൽ മാത്രം ഒരു ചിന്തയുമില്ല. ചിന്തയില്ലാത്തതല്ലടി, പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാനെങ്ങനെ നിന്നെ കല്യാണം കഴിക്കാനാണ്? ആദ്യം ഈ പഠിപ്പൊന്ന് കഴിയട്ടെ, പിന്നെ ഒരു ഓഫീസിൽ കയറണം. ആദ്യം ട്രെയിനിങ് ആയിരിക്കും. അത് കഴിഞ്ഞ് സ്ഥിരമായ ജോലിയായി കഴിയുമ്പോൾ നിന്നെ ഞാൻ കൂടെ കൂട്ടും. അപ്പോഴേക്കും നിന്റെ ക്ലാസ്സും കഴിയും. സാക്ഷിന്ന് വന്നില്ല? സിദ്ധുവേട്ടനും വന്നില്ലല്ലോ. എനിക്ക് രാവിലെ അവൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനി അവൾക്ക് എന്തെങ്കിലും... ഏയ്, ഇത് ഇന്നലത്തെ ഹാങ് ഓവർ ആയിരിക്കും. എന്ത് ഹാങ് ഓവർ? ഇന്നലെ സച്ചി, സാരി, മലയാളി മങ്ക, സുന്ദരി, ചെക്കനവളെ ഉറക്കിയോ ആവോ? ചി, പറയുന്നത് കേട്ടില്ലേ വഷളൻ. ഷെടാ, ഇതാ നിങ്ങളുടെയൊക്കെ കുഴപ്പം. ഒന്നും മിണ്ടാൻ പറ്റില്ല, അപ്പോഴേക്കും തുടങ്ങും. നിന്റെ ഏത് കാര്യവും കേൾക്കുന്നവനാണ് ഞാൻ. നിനക്ക് പലതും നിന്റെ അച്ഛനോടോ അനിയനോടോ പറയുന്നതിന് ബുദ്ധിമുട്ട് കാണും. പക്ഷേ എൻ്റെ അടുത്ത് നിനക്ക് എന്തും തുറന്ന് പറയാം, മനസ്സിലായോ? കുറച്ച് ദിവസം മുൻപ് സാക്ഷിക്ക് പീരിയഡ്സ് ആയപ്പോൾ തന്നെ കണ്ടില്ലേ? സിദ്ധു അവൻ കോളേജാണെന്ന് പോലും ഓർക്കാതെ അവൾക്ക് പാഡ് വാങ്ങിക്കൊണ്ട് കൊടുത്തത്. അവിടെ അവന് മുന്നിലുള്ളവർ എന്ത് ചിന്തിക്കും അല്ലെങ്കിൽ കളിയാക്കുമെന്ന ചിന്തയൊന്നുമില്ലായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് സച്ചു എൻ്റെ ഭാര്യയാണ്. അവൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാൻ പോകാറില്ല. അതവനെ ബാധിക്കുന്ന വിഷയമല്ല എന്ന്. അതുപോലെ തന്നെയാണ് ഇതും. നിന്റെ കഴുത്തിൽ താലി കെട്ടിയില്ല എന്നല്ലേ ഉള്ളൂ. വീട്ടുകാരുമായി പറഞ്ഞുറപ്പിച്ചു വെച്ച ബന്ധമല്ലേ. അപ്പോൾ പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നോ, നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ ഏത് രീതിയിൽ എടുക്കുമെന്നോ ഉള്ള ചിന്ത അത് വേണ്ട, കേട്ടല്ലോ? ആ കേട്ട് സാറേ. വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീം വാങ്ങാം, ഒന്ന് തണുക്കട്ടെ. കായലിനോട് ചേർന്നുള്ള ഒരു 2 നില വീട്ടിലാണ് സിദ്ധു കാറുകൊണ്ട് നിർത്തിയത്. വീടിന് മുന്നിൽ തന്നെ മനോഹരമായി അലങ്കരിച്ച പൂന്തോട്ടത്തിലും അവിടെ തണലുള്ള ഭാഗത്ത് വെച്ച ഊഞ്ഞാലുമാണ് അവൾ ആദ്യം നോക്കിയത്. ഇങ്ങനെ നോക്കേണ്ട ഭാര്യ, നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, ഇരിക്കാം, കിടക്കാം, എന്തും ചെയ്യാം. സിദ്ധു പറഞ്ഞത് മനസ്സിലാകാതെ അവനെ നോക്കിയപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ച് വീടിൻ്റെ അകത്തേക്ക് കയറാൻ തുടങ്ങി. വീടിൻ്റെ ചുവരിലുള്ള പേര് കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. സിദ്ധാക്ഷി. സിദ്ധു പ്ലസ് സാക്ഷി, സിദ്ധാക്ഷി. വെൽക്കം ടു അവർ ന്യൂ വേൾഡ് മൈ സ്വീറ്റ് വൈഫി. സിദ്ധു പറഞ്ഞതും അവൾ അവനെ ഇറുകെ പുണർന്നു.